റോഷൻ നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു സൺഡേ ഫണ്ടേ. താങ്ക് യു. നമ്മള് പുതിയ നിയമത്തിന് ശേഷം വിസ്തരിച്ചിപ്പോഴാണ് കാണുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു പ്രോമിനന്റ് റോള് ചെയ്തത് നമ്മുടെ പുതിയ നിയമത്തിൽ തന്നെയാണ്. ഇല്ല അതിനു മുമ്പ് പുതിയ നിയമമാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്ന മൂവി. ആദ്യം റിലീസ് ആയത് അടികപ്പിയാരെ കൂട്ടം. അതെ, പുതിയ നിയമത്തിലെ എക്സ്പീരിയൻസ് എനിക്ക് ബേസിക്കലി ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. അപ്പോൾ അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു പുതിയ നിയമത്തിൽ. അതിപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ആനന്ദം കഴിഞ്ഞിട്ടുള്ള ചില ഇൻ്റർവ്യൂസിലൊക്കെ ചോദിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലും ഈ സാധനം മനസ്സിലായില്ല. ഇതിപ്പോൾ ഇൻ റെട്രോസ്പെക്ട് ഇത്രയും സിനിമകൾ അല്ലെങ്കിൽ ഈ 2-2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ വന്നൊരു കാര്യമാണ്. ഇപ്പം നമുക്കൊരു പടം ചെയ്യുമ്പം എവിടെയോ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. അത് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കാനുള്ള ടെൻഷൻ അല്ല, അത് ഈ പടം എങ്ങനെ പോവും, ഈ പടം വർക്ക് ആവോ, എൻ്റെ ക്യാരക്ടർ നന്നാവോ. പുതിയ നിയമത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി. മോശമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കഥാപാത്രം എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോ അങ്ങനെ ചെയ്യാനുള്ള പ്രശ്നം ഹീറോ ആയിട്ട് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആകെ എൻ്റെ വീട്ടുകാർക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണ് റോൾ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോ ഇത് നീ ചെയ്യണോടാ, നമുക്ക് നല്ലത് എന്തെങ്കിലും ചെയ്താൽ മതി. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പൊ നമ്മളൊരു കഥ, അതെ ഒരു ക്യാരക്ടറാണ്, അതിന് മേളിലൊന്നുമില്ല. പിന്നെ ഈ വില്ലൻ ആവണോ ഹീറോ ആവണോ എന്നുള്ള തോട്ട് പോലും നമുക്ക് വരുന്നത് ഈ ഞാൻ നേരത്തെ ടെൻഷൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതിലെ കാര്യം, നമ്മൾ ആ സമയത്ത് സിനിമ എന്നുള്ളത് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നില്ല. സീരിയസ് ആയിട്ട് ചിന്തിച്ച് കഴിയുമ്പോഴാണ് ഞാനിപ്പോൾ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്താൽ എൻ്റെ കരിയറിനെ അതെങ്ങനെ എഫക്ട് ചെയ്യും. അന്ന് അതൊന്നും ഇല്ലല്ലോ. എനിക്കൊരു ക്യാരക്ടർ കിട്ടി, ബ്രോ മമ്മൂട്ടി നയൻതാരയൊക്കെയാണ് കൂടെ അഭിനയിക്കുന്നത്, ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിൽ വേറെ എനിക്ക് അതെ. പിന്നെ അത് നമ്മൾ അങ്ങനെ പോലും ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഞാൻ വില്ലൻ വന്നിട്ട് പിന്നീട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടും. അന്നാകെ ഞാൻ ചെയ്തു എനിക്കൊരു സിനിമ കിട്ടി അഭിനയിക്കാൻ, അത് ഞാൻ ചെയ്യുന്നു. ആ സിനിമ എന്തായാലും നല്ല അപ്രീസിയേഷൻ കിട്ടി അല്ലേ? അതിനുശേഷം ആനന്ദം, കൂടെ റോഷൻ ബേസിക്കലി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, അങ്ങനെ വിളിക്കാം. മാത്രല്ല ഒരു പ്ലേ ഡയറക്ടിങ് കൂടി ചെയ്തിട്ടുണ്ട്. വെരി നോർമൽ ഫാമിലി. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയൊരു കാര്യം. ഒട്ടും പ്ലാൻ ചെയ്തതായിരുന്നില്ല. പക്ഷെ അതങ്ങനെ ബേസിക്കലി ഞാൻ നാടകങ്ങൾ ചെയ്തു തുടങ്ങിയ സമയത്ത് ഞാൻ ചെന്നൈയിലും ബോംബെയിലും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ കോട്ടയത്തോ അല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ ഇവിടെ ചെയ്തിട്ടേ ഇല്ല. അപ്പം ഡയറക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിങ്ങനെ ഒരു കുറേ കാലം കഴിഞ്ഞ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സാധനമായിരുന്നു. കൊച്ചിയിൽ വന്നു കഴിഞ്ഞ് ഞാൻ സിനിമകളൊക്കെ തുടങ്ങി. ആദ്യം കുറച്ച് കാലം നമ്മൾ ബിസി ആയിരിക്കുമല്ലോ, നമ്മൾ വരുന്ന പടങ്ങളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യും. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ റേറ്റ് എന്തൊക്കെ കാരണവശാലാണല്ലോ അതിൻ്റെ റേറ്റ് ചിലപ്പോൾ കുറയാം. അപ്പം അങ്ങനെ എനിക്ക് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. ഫ്രീ ടൈമിൽ എനിക്ക് ഒബ്വിയസ്ലി ബോറടിക്കാൻ തുടങ്ങി. എത്ര പ്രാവശ്യം നമ്മൾ സിനിമകൾ കണ്ട് തന്നെ വീട്ടിലിരിക്കുക. അപ്പോൾ എനിക്ക് നാടകം ചെയ്യണം എന്നൊരു താല്പര്യം. തിരിച്ച് ബോംബെയിലാണ് എൻ്റെ കോൺടാക്ട്സ് എല്ലാം. എല്ലായിടത്തും നോക്കിയപ്പോൾ ഒന്നെങ്കിൽ എല്ലാവരും ഓൾറെഡി ഉണ്ടാക്കിയ ഒരു ഷോ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയതായിട്ടൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുതിയതായിട്ട് ചെയ്യുന്നത് ഭയങ്കര വലിയൊരു ടൈം കമ്മിറ്റ്മെൻറ്റ്. അപ്പം ഞാൻ ജസ്റ്റ് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തേ ഉള്ളൂ. ഓൾമോസ്റ്റ് നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നതിന് തുല്യമാവും. അപ്പം ഞാൻ ഇവിടെ തന്നെ ചെറിയ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള പ്ലാനിൽ തുടങ്ങിയത്. അതായത് എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി മാത്രം, സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങിയ പ്ലാനാണ്. അപ്പോൾ ഇതിങ്ങനെ ഡെവലപ്പായി ഒരു സ്ക്രിപ്റ്റായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിനകത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള സാധനത്തിൽ 7-8 ക്യാരക്ടേഴ്സ് വന്നു. അപ്പോൾ ആക്ടേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പം എനിക്കിതിൻ്റെ പുറത്ത് നിന്ന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളായി. അപ്പോൾ എനിക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ പ്ലേ ഉണ്ടാക്കി ഒരു 3-4 മാസം വർക്ക് ചെയ്തുണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ആദ്യമൊക്കെ വിചാരിച്ച് കുറച്ചങ്ങോട്ട് കഴിയട്ടെ, പിന്നെ ഒരു ക്യാരക്ടർ എടുത്ത് എനിക്കും ചെയ്തു തുടങ്ങാം. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ഉള്ളിലും പുറത്തും നിൽക്കുന്ന പരിപാടി നടക്കില്ല. അപ്പം അങ്ങനെ ഡയറക്ടർ ആയിപ്പോയതാണ്. ഒരിക്കലും ഈ പോയിന്റിൽ ഡയറക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. ഞാൻ ബോംബെയിലായിരുന്നുവെങ്കിലും ഒരിക്കലും ചെയ്യില്ലായിരുന്നു. കാരണം നമുക്ക് തിയേറ്ററിൽ തന്നെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ബാക്കിയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ജനറലി ഇത്തിരി കുറവാണ്. ഇതിലിങ്ങനെ ആയിപ്പോയി. അപ്പം എൻ്റെ വലിയ ആഗ്രഹം, ഇപ്പം ഞങ്ങളൊരു ഗ്രൂപ്പാണ്, ഇനിയും നാടകങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് വേറെ ആരെങ്കിലും ഡയറക്റ്റ് ചെയ്തിട്ട് എനിക്ക് അഭിനയിക്കണം. നാടകത്തിനോടാണ് കമ്പം, എനിക്ക് ഭയങ്കര ഇഷ്ടം, രണ്ടും ഭയങ്കര ഇഷ്ടം. ഇപ്പൊ സിനിമ നമ്മൾ ഡിസ്കവർ ചെയ്ത് തുടങ്ങിയിട്ട് 2 വർഷമല്ലേ ആവും. അപ്പൊ അതിനോടുള്ള ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടി വരികയാണ്. പക്ഷെ പാരലി ഈ സാധനം മാറിയിട്ടില്ല. അതുകൊണ്ട് ഇത് മിസ് ചെയ്യും.